ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇമോഷണൽ കൺട്രോളിലുള്ള ആളുകളെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാവും. കാരണം അവർ വളരെ പക്വതയോടുകൂടി ഔചിത്യപൂർവ്വം പെരുമാറുന്നവരാണ്. പിന്നെ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് ആലോചിച്ച് നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല. എല്ലാവർക്കും ഇങ്ങനെ ഇമോഷണൽ കൺട്രോളുള്ളവരായിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും നടക്കാറില്ല. പലപ്പോഴും പല സന്ദർഭങ്ങളിൽ പലതും സംഭവിച്ചതിന് ശേഷം നമ്മൾ പറയുമല്ലോ, ഐ ലോസ്റ്റ് മൈ ടെമ്പർ. ചിലർ പറയണത് അവർക്കിത് പറ്റുന്ന കാര്യമേ അല്ലെന്നുള്ളതാണ്. പക്ഷേ ഇത് ശ്രമകരമാണെങ്കിലും എല്ലാവർക്കും സാധ്യമായ കാര്യമാണ്. നമ്മളെ ഇമോഷണൽ കൺട്രോളുള്ളവരാക്കി മാറാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇമോഷണൽ കൺട്രോളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുക? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അത് നമ്മളെ ചിലപ്പോൾ ദേഷ്യപ്പെടുത്തും, സങ്കടപ്പെടുത്തും. ചില കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് പേടിയാകും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് ഈ ഇമോഷണൽ കൺട്രോളിനെ കുറിച്ചുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ പൊതുവെ ചർച്ച ചെയ്യാത്തൊരു കാര്യമായിരിക്കാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പലപ്പോഴും നമ്മുടെ ദേഷ്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പേടിയുടെയൊക്കെ പിന്നിൽ നമുക്ക് സംഭവിച്ച കാര്യങ്ങളാകണമെന്നില്ല. മറ്റുള്ളവരുടെ ഇമോഷൻസും മാനസിക ഭാവങ്ങളും നമ്മൾ പലപ്പോഴും ഏറ്റെടുക്കാറുണ്ട്. അത് ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും, ഈ ഏറ്റെടുക്കലാണ് മിക്കപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസും അപ്പം നമ്മൾ എടുക്കേണ്ട നിലപാടുകളുമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്. ചിലപ്പോഴെങ്കിലും അതിൻ്റെ കാരണം എന്തായിരിക്കുമെന്നോ, മറ്റേ ആൾ ദേഷ്യപ്പെട്ടു, അത് മാത്രമായിരിക്കും അതിൻ്റെ കാരണം. അതായത് ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തോ ഒരു കാരണം കൊണ്ട് അയാൾക്ക് ദേഷ്യം വരാം. ചിലപ്പോൾ അത് അയാൾ നമ്മളോട് പ്രകടിപ്പിക്കാം. നമ്മളപ്പോൾ ദേഷ്യപ്പെടും. അപ്പം അയാൾക്ക് സംഭവിച്ച ഒരു കാര്യം നമുക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മളവിടെ ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മറ്റേ വ്യക്തി നമ്മളോട് ദേഷ്യപ്പെട്ടു എന്നൊരൊറ്റ കാരണം കൊണ്ട്. ഇത് ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഈ കടയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ സാധനം വാങ്ങുമ്പോൾ അതിന് ചിലപ്പോൾ കംപ്ലയിൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ രോഷാകുലരായിട്ട് കടയിലേക്ക് തിരിച്ചു വന്ന് കടക്കാരനോട് ചൂടാകും. അപ്പോൾ നമുക്കാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ എന്ത് പറ്റും? കടക്കാരനും ദേഷ്യപ്പെടും. ഇവിടെ സത്യത്തിൽ സംഭവിച്ചത് എന്താണ്? ഇത് വാങ്ങിയ ആൾക്കാണ് പ്രശ്നം ഉണ്ടായത്. കടക്കാരൻ അയാളോട് എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്? ഈ വ്യക്തി വന്ന് കടക്കാരനെ ചീത്ത വിളിച്ചു, അതുകൊണ്ട് മാത്രമാണ് കടക്കാരൻ തിരിച്ച് ദേഷ്യപ്പെടുന്നത്. നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ദേഷ്യത്തിന് കാരണമായിട്ടുള്ളൊരു കാര്യം കടക്കാരന് സംഭവിച്ചിട്ടില്ല. ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അയാളെ പ്രകോപിതനാക്കിയത്. കടക്കാരൻ തിരിച്ച് സംയമനപൂർവ്വം എന്ന് ഇടപെട്ടാൽ അവിടെ പ്രശ്നം തീരും. എന്താണ് പ്രശ്നം? നമുക്ക് പരിഹാരം ഉണ്ടാക്കാമല്ലോ. ഈ രണ്ട് വാചകങ്ങൾ മതിയല്ലേ അവിടെ ഈ അന്തരീക്ഷത്തിന് ഒരുപാട് അയവ് വരുത്താൻ. ഞാൻ പ്രിൻസിപ്പലൊക്കെ ആയിരുന്നപ്പോൾ ഇത് നല്ലവണ്ണം പ്രയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ കുട്ടികൾ വളരെ രോഷാകുലരായിട്ട് വന്നിട്ട് നമ്മളോട് തട്ടിക്കയറും. അപ്പം ഞാൻ വിചാരിക്കും, കുട്ടികൾക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, എനിക്കത് പറ്റിയിട്ടില്ല, പിന്നെ ഞാൻ അവരോട് തിരിച്ച് ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അവരോട് പറയാറുള്ളത്, ഇരിക്കൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ആദ്യം അവർ തയ്യാറായില്ലെങ്കിലും കുറച്ച് നിർബന്ധിച്ച് കഴിയുമ്പോൾ അവരിയ്ക്കും. അവിടെ വെച്ച് പ്രശ്നത്തിന് പകുതി സൊല്യൂഷനായി. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, മറ്റേ വ്യക്തി ദേഷ്യപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ദേഷ്യപ്പെടരുത്. പേരൻറ്റെങ്കിലും അങ്ങനെ സംഭവിക്കാറില്ലേ? കുട്ടികൾക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ദേഷ്യപ്പെടുന്നത് പലപ്പോഴും പാരൻസിനോടായിരിക്കും. അപ്പോൾ പാരൻസ് എന്താ ചെയ്യുക? കുട്ടി ദേഷ്യപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം തിരിച്ച് ദേഷ്യപ്പെടും. അങ്ങനെയാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഒരു സിമ്പിൾ പ്രാക്ടീസ്, വേറൊരാൾ എന്നോട് ദേഷ്യപ്പെട്ടു സംസാരിച്ചു എന്നതുകൊണ്ട് മാത്രം ഞാൻ ദേഷ്യപ്പെടില്ല, അവിടെ ഞാൻ സംയമനപൂർവ്വം പെരുമാറും. മറ്റേ വ്യക്തിയാണ് അവിടെ എഫക്റ്റഡ് പാർട്ടി, അത് മറന്നു പോകരുത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നോ, സങ്കടം എന്നുള്ള ഇമോഷൻ. ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് ഒരുപാട് സങ്കടപ്പെട്ട് സംസാരിക്കുമല്ലോ. അപ്പം നമുക്കൊരു സിമ്പതി തോന്നും അയാളോട്. സിമ്പതി തോന്നുക എന്ന് പറയുമ്പോൾ അയാളുടെ സങ്കടം നമ്മൾ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അവിടെ സിമ്പതിയല്ല വേണ്ടത്, എമ്പതി വേണം. അയാളെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. സിറ്റുവേഷൻ അനലൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ വ്യക്തിയെ നമുക്കറിയാവുന്ന ഒരാളാണ്. ഇയാളിപ്പോൾ വന്നിങ്ങനെ സങ്കടം പറഞ്ഞു, വീട് പണയത്തിലാണ്, അപ്പോൾ അത് ജപ്തി ചെയ്ത് പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് എങ്ങനെയാണ് ഈ കടങ്ങൾ ഉണ്ടായത്? അക്കാര്യം നമുക്കറിയാം. ഇയാൾ വരവിനനുസരിച്ചല്ല ചിലവ് ചെയ്യുന്നത്. എപ്പോഴും ടൂറുകൾ,
പിന്നെ വീട് പണിതപ്പോഴാണെങ്കിൽ ബജറ്റൊന്നും നോക്കിയില്ല, വീടങ്ങോട്ട് കയറി പണിതു, അവസാനം കടം കയറി. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പണം കടം ചോദിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് കേട്ട് മനസ്സലിഞ്ഞ് നമ്മുടെ കയ്യിലുള്ളതെല്ലാം അയാൾക്ക് കൊടുത്ത് അവസാനം അയാളോടൊപ്പം തന്നെ നമ്മളും കടക്കാരനാകേണ്ട അവസ്ഥ അവിടെ ഇല്ല. അവിടെ സിമ്പതി അല്ല, എമ്പതിയാണ് ആവശ്യം. ഇനി മൂന്നാമത്തെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പേടി ഒരു നെഗറ്റീവ് ഇമോഷനാണ്. ഒരാൾ നമ്മളോട് വന്ന് അയാളുടെ പേടി ഷെയർ ചെയ്താൽ പെട്ടെന്ന് ഈ മാനസികാവസ്ഥ നമ്മൾ ഏറ്റെടുക്കാറുണ്ട്, നമുക്കും കൂടി പേടിയാകാൻ തുടങ്ങും. ഞാൻ പരീക്ഷക്കാലത്തൊക്കെ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ അവസാനത്തെ ആഴ്ചകളിലൊന്നും തമ്മിൽ ഫോൺ ചെയ്യണ്ട. കാരണം എന്താണെന്നോ, ഫോൺ ചെയ്യുമ്പോൾ ഈ പരിപാടിയാണ്. ഒരാൾ മറ്റേയാളെ പേടിപ്പിക്കും, എടോ ഞാൻ പഠിച്ചത് മുഴുവൻ മറന്നു പോകണം, ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, പരീക്ഷ ശരിക്കും എഴുതാൻ പറ്റുമെന്ന് അറിയില്ല. ഈ പേടി കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഏറ്റെടുക്കും. പിന്നെ രണ്ടുപേരുടെയും കൂടി പേടി ചേരുമ്പോൾ ഇത് വല്ലാത്തൊരു സ്ഥിതിയിലെത്തും. ഒരാൾ പരീക്ഷയെക്കുറിച്ച് ആകുലപ്പെടുന്നുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രം പ്രശ്നമാകാം, അത് നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അയാൾ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല, അത് അയാളുടെ അവസ്ഥയാണ്. വേറൊരാൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സംഭവിക്കണമെന്നില്ലല്ലോ. ഇന്നത്തെ സമൂഹത്തിൽ ഈ പേടി പെട്ടെന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടേ ഓരോരുത്തരും അവരവരുടെ പേടിയും ഉത്കണ്ഠ തുടങ്ങിയ മാനസികാവസ്ഥകളും ഷെയർ ചെയ്ത് ഇത് വായിക്കുന്ന സകല ആളുകളിലേക്ക് പേടി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വളരെ പേടിയും ഉത്കണ്ഠയും നിറഞ്ഞൊരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് ഓരോരുത്തർക്കും പറ്റിയ പ്രശ്നങ്ങൾ കൊണ്ടല്ല. ഒരാൾക്കുണ്ടാകുന്ന പേടി ഒരുപാട് പേരെങ്ങനെ ഏറ്റെടുക്കുകയാണ്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്നോ, വാശി. അത് ദേഷ്യത്തിൽ നിന്നുണ്ടാകുന്നൊരു മാനസികാവസ്ഥയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വാശി പിടിക്കും. അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി അവർ വാശി കാണിക്കും. അപ്പം മുതിർന്ന ചില ആളുകളും അവരുടെ ഒപ്പം തന്നെ വാശി പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? ചിലപ്പോൾ ചില ഭക്ഷണ സാധനം അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവർ വാശി പിടിക്കും. നിന്നെക്കൊണ്ട് ഇത് ഞാൻ കഴിപ്പിക്കുമെന്നുള്ള വാശി മുതിർന്ന ആളുകൾക്കും. ഭക്ഷണം തന്നെ കുട്ടികൾ വെറുത്തു പോകാൻ അത് കാരണമാണ്. വിവാഹിതരായിട്ടുള്ള ചില പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അവർ ചിലപ്പോൾ വീട്ടിലേക്ക് പോയി കളയും. ഒരു വാശിപ്പുറത്ത് ചെയ്യുന്നതാണ്. ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരെന്ത് പറയും? അവൾ തന്നെ പോയതല്ലേ, തന്നെ വരട്ടെ. അവർക്കും വാശി. അപ്പോൾ പലപ്പോഴും പല ബന്ധങ്ങൾ തകരുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരാൾക്ക് എന്തോ സംഭവിച്ചു, അയാൾക്ക് വാശി തോന്നി, ആ വാശി മറ്റേയാൾ യാതൊരു കാരണവുമില്ലാതെ ഏറ്റെടുക്കുകയാണ്. അത് നമ്മൾ മാറ്റണ്ടേ? ചിലർക്ക് പ്രശ്നം നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മൾ തോറ്റു കൊടുക്കുകയല്ലേ? ഒരിക്കലും അല്ല, നമ്മൾ വിജയിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇമോഷണൽ കൺട്രോൾ ഉള്ളവരായിട്ട് മാറുകയാണ്. ഒരു യുദ്ധം ജയിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. അഞ്ചാമത്തെ ഒരു കാര്യം എന്താണെന്നോ, ചില ആളുകൾ നമ്മളോട് വന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയും. ഒരുപക്ഷെ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ചായിരിക്കും ഇവർ കുറ്റങ്ങൾ വന്ന് പറയുന്നത്. അതുമല്ല, നമുക്ക് അവരെക്കുറിച്ചൊരു പരാതിയില്ല, അവർ നമുക്ക് കുറേ ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ആളുമാണ്. എന്തായാലും പലപ്പോഴും എന്ത് സംഭവിക്കുമെന്നോ, ഈ കുറ്റങ്ങൾ പറയുമ്പോൾ നമ്മളും അവരുടെ കൂടെ ചേരും. ഒരിക്കലും അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവില്ല. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാൻ തയ്യാറായാൽ, നിങ്ങൾ പറയുന്ന പോലെ അല്ല കേട്ടോ, അയാൾ എന്നോട് പെരുമാറിയത് ഇങ്ങനെയാണെന്നുള്ള ഒരു കറക്ഷൻ കൊടുക്കാൻ തയ്യാറായാൽ അതൊരു നല്ല കാര്യമല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമെന്ന് കരുതുന്ന, ശ്രമകരമെന്ന് നമ്മൾ കരുതുന്ന ഇമോഷണൽ കൺട്രോളിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. അതിൽ തന്നെ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത, എന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഇമോഷണൽ കൺട്രോൾ പ്രാക്ടീസ് ചെയ്യാവുന്ന ചില സിറ്റുവേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്